Welcome everyone to our fourth podcast of 2025. In the last three podcasts, we were decoding faith, and many of you joined with us, gave us some really good feedback, and we're so grateful to the Lord and to all of you for it. And in the last three episodes, we explored who influences our faith in our Christian life. We also explored the testimonies and the journeys of some of our brothers and sisters, of the trials that they went through and how faith helped them overcome it. We also had a brilliant opportunity to meet a great musician and to learn from his faith journey. But today, my special guest in my podcast is my own husband, Pastor Wilson Abraham, the Senior Minister of Victory Worship Center, Oxford. And I've got great joy today as we are going to together discuss and explore a topic which is about the tests that you face after your testimony. So you might be somebody who has got a deliverance, a healing, a breakthrough, but you are still going through other kinds of tests. How do you deal with it? But before everything, I'd like to take this opportunity where my husband, Pastor Wilson Abraham, will introduce himself. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിന് പ്രത്യേകം നന്ദി കർത്താവിന് മാത്രമാണ്. ഈ വർഷം തീരാൻ പോവുകയാണ്. 2025 തീരാൻ പോകുന്ന ഈ 10ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 10 ദിവസം കൂടെ ഇനി ഉള്ളൂ ഈ വർഷം തീരാൻ. അപ്പോൾ എൻ്റെ വൈഫ് പ്രിൻസിയോടൊന്നിച്ച് ഇങ്ങനെയൊരു ബോഡ്കാസ്റ്റ് ചെയ്യുവാൻ അതിന് സഹായികളായി ക്യാമറയുടെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്നവരെയൊക്കെ ഓർത്ത് കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ലൈഫ് തന്നെ ഒരു വലിയ ടെസ്റ്റാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഈ പലവരുടെയും ജീവിതത്തിൽ ദൈവം ഒരു സൗഖ്യമോ അല്ലെങ്കിൽ ഒരു വിടുതലോ ചെയ്തിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് പിന്നെയും തോന്നുക they are still going through other kind of tests. അപ്പം ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ ആദ്യം എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലത്, ദൈവം വിൽച്ചാൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഈ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ട്, അത് കേൾക്കുവാനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ റീസെൻ്റ്ലി ഒരു അത്ഭുതമൊന്നും അല്ല, എൻ്റെ ജീവിതമേ ഒരു അത്ഭുതമാണ്. ഈ മിനിസ്ട്രിക്ക് ഞാൻ ഇറങ്ങിയത് പോലും ഒരു വലിയ മരണകരമായ ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്നാണ്. ഞാൻ ഒരു ശബ്ദം കേട്ടു, നീ എനിക്കുള്ളവൻ. ബാംഗ്ലൂർ മടിവാളി വെച്ചൊരു ശബ്ദം കേട്ടു. അവിടെ നിന്നാണ് എൻ്റെ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. ഒരു മോസ്റ്റ് റീസെൻ്റ്ലി ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിലോട്ടാണ് വരുന്നത്. അപ്പം അന്ന് മരണപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യത്തിൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അതൊരു മിനിസ്ട്രിയുടെ തുടക്കത്തിലേക്കുള്ള യാത്രയായിരുന്നു, ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പം അത് അന്ന് തൊട്ട് നോക്കിയാൽ ദൈവം ചെയ്തത് ഇന്നിവിടെ ഇരിക്കുന്നത് ഒരു അത്ഭുതമാണ്. അപ്പൊ റീസെന്റ് ഉണ്ടായ അത്ഭുതം അത് ചോദിച്ചപ്പോൾ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ശുശ്രൂഷിക്കുന്ന വിക്ടറി സഭയിലെ എല്ലാ ദൈവജനത്തിനും, കൂടാതെ എൻ്റെ കൂടെ നടക്കുന്ന സഹോദരന്മാർ, കൂടെ ശുശ്രൂഷിക്കുന്ന സഹോദരിമാർ, നമ്മുടെ ചർച്ചിലെ ഡോക്ടേഴ്സിന് പോലും എൻ്റെ ആ പ്രശ്നം അറിയാവുന്നത് കൊണ്ട് ഈ ബോഡ്കാസ്റ്റിലൂടെ അത് പറഞ്ഞാൽ ഇച്ചിലൂടെ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വേറെ അത്ഭുതം കർത്താവ് ചെയ്തിട്ടില്ല എന്നെനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വലിയ വലിയ അത്ഭുതം കർത്താവ് ചെയ്തിട്ടുണ്ട്. അപ്പം ചോദിച്ചത് കൊണ്ട് ഞാനത് പറയാം. എനിക്ക് ഡേറ്റ് ഒന്നും അത്ര ഓർമ്മയില്ല, പക്ഷേ മെയ് മാസമാണെന്നൊരു ഓർമ്മയുണ്ട്. 2023 മെയ് 2023 ആദ്യത്തെ ഡയഗ്നോസിസ്. ഓക്കെ. അപ്പം നമുക്കറിയാം ഈ കോവിഡ് കാലം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലം തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, 3 തവണ എനിക്ക് കോവിഡ് വന്നു. ആദ്യത്തെ ബാച്ച് ആയിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, മാർച്ച് മാസം 2019 ലോക്ക്ഡൌൺ ആകുന്ന സമയത്ത് ആദ്യത്തെ കോവിഡ്. അതെ, ആദ്യത്തെ കോവിഡിലാണ് വീട്ടിൽ കടന്നുപോയി. അത് അന്ന് ആർക്കും അറിയത്തില്ല കോവിഡ് ആണെന്ന്. ഞാൻ വിചാരിച്ച് തീർന്നു പോയെന്നാ. എൻ്റെ കണ്ണെല്ലാം കറുത്ത് ആകെ പ്രയാസമായി. വീട്ടിലെ പേരൻസ് എല്ലാം കണ്ട് ആകെ പേടിച്ചൊക്കെ പോയി നിലവിളിയും. അപ്പം അന്ന് എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം. അപ്പം അന്ന് പോയായിരുന്നു ഉറപ്പായിട്ടും തട്ടിപ്പോയാൽ. കാരണം അന്ന് പോയവരൊക്കെ ആരും എന്താണ് തിരിച്ചു വന്നിട്ടില്ല. കാരണം അവർ നേരെ ഐസിയിലോട്ട് കയറ്റുക. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് 3rd day നൈറ്റിൽ ഞാൻ ഒത്തിരി പുഷ് ചെയ്തായിരുന്നു, ആംബുലൻസ് വിളിക്കാം അല്ലെങ്കിൽ ചർച്ചിലെ ഏതെങ്കിലും ബ്രദേഴ്സിനെ വിളിക്കാം, പക്ഷെ വിളിച്ച് സമ്മതിച്ചില്ല. എൻ്റെ എന്താണ് ദൈവത്തിന് എന്തോ എന്നെക്കുറിച്ച് ഈ പോഡ്കാസ്റ്റിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം അന്ന്
ഈ പറഞ്ഞ പോലെ ഈ ആംബുലൻസ് വിളിക്കാനും ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു. സമ്മതിക്കാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അറിയുന്ന പലരും ഈ ആംബുലൻസ് വിളിച്ച് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ആംബുലൻസ് വന്നത് ബ്ലാഷ് അത് കെട്ടിയിട്ടൊക്കെ. ദൈവത്തിൻ്റെ സ്നേഹം അന്ന് വലിയ ബോധമൊന്നും ഇല്ലെങ്കിലും ദൈവം എന്ന് അത് ബോധം തന്നു ഞാൻ പറയാം. കാരണം ഏത് മനുഷ്യനും ഒരു അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടറെ കാണണം, പെട്ടെന്ന് മരുന്ന് കഴിക്കണം, ഹോസ്പിറ്റലിൽ പോകണമെന്നൊരു ചിന്തയുണ്ട്. പക്ഷെ എന്നാണ് എനിക്ക് ആ ഒരു ദിവസങ്ങളിൽ അങ്ങനെ തോന്നിയില്ല. സോ അതായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ 3 years ലോക്ക്ഡൗണിൽ എല്ലാ ഇയറും ഒരു പ്രാവശ്യമെങ്കിലും കോവിഡ് വന്നു. ആ കാരണം ഞാൻ വീട്ടിലിരിക്കുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര വിശ്വാസം, എനിക്കൊരു വിശ്വാസമുണ്ട്. എന്നെ ചോദിച്ചാൽ വിളിച്ചവൻ വിശ്വസ്തനാണ്. കാരണം ഇതുപോലത്തെ ഒരുപാട് ട്രയൽ കഴിഞ്ഞു. അപ്പോൾ കോവിഡിൽ തീരാനാണെങ്കിൽ തീരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വാസികളുടെ വീട്ടിലോ ഒരാവശ്യം വന്നാൽ ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് ആ വീട്ടിലോടൊക്കെ പോകും. എല്ലാവരും ഒത്തിരി ജേർണി ചെയ്തു. അത് ദൈവത്തിന്റെ ഗ്രേസാ. എന്താണോ എനിക്ക് അന്നുമില്ല ഇന്നും ഭയമൊന്നും സംഭവമില്ല. കാരണം ദൈവം ഒന്നിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ലെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്ന വചനം. കാരണം ബൈബിൾ വാക്കിടും സകല ഭാരവും കർത്താവിൽ ഇട്ട് കൊടുത്താൽ പിന്നെ ആ ഭാരം ചുമന്നു നടക്കാൻ പറ്റത്തില്ല. അതാ ബൈബിൾ വാക്യതല്ലേ. എസ്പെഷ്യലി ഞാനിങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ആളാകുമ്പോൾ ഞാൻ കൂടുതൽ അത് ഫോക്കസ് ചെയ്യും. സോ അത് ആ 3 വർഷവും റിപ്പീറ്റഡ്ലി കോവിഡ് വന്നു. എവറി ഇയർ 3 വർഷം വന്നു. പറഞ്ഞു തീർന്നില്ലല്ലോ. അപ്പം 1 വന്നു, 2 വന്നു, 3 വന്നു. എപ്പോഴാണ് എനിക്ക് ഓർമ്മ ഇടുന്നില്ല. എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ബ്രീത്തിങ് ഇല്ല. ബ്രെത്ത്ലെസ് ആവുക. സ്റ്റെപ്പ് കയറുമ്പോഴും അത് മാത്രമാണ്. എനിക്ക് കിടക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിൽ വലിയ വിഷയമാണ് കിടപ്പെന്ന് പറഞ്ഞത്. ഞാൻ കിടക്കുന്നത് എങ്ങനെയാ? ഈ തലയണയൊക്കെ വെച്ച് ഈ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ പോലെ ഇങ്ങനെ കിടക്കുക. മലന്ന് കടന്ന് പെട്ടെന്ന് എന്ത് ബ്രീത്ത്ലെസ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ചാടി എണീക്കും. എനിക്ക് ഓർമ്മയുണ്ട്, നീ പലതവണ എന്നെ തള്ളിയിടുകയൊക്കെ നോക്കിയിട്ടുണ്ട്. തള്ളു പുഷ് ചെയ്യുക. കാരണം ഞാൻ ബ്രീത്ത്ലെസ് ആയിട്ട് ശ്വാസം ഇങ്ങനെ അതൊരു കാരണം ഈ ശ്വാസം വലിച്ചിട്ട് പെട്ടെന്ന് നിന്നു പോകും. അല്ല, റിയൽ കാര്യങ്ങളും പറഞ്ഞില്ല ജനത്തിന് മനസ്സിലാണല്ലോ. അപ്പൊ ഈ ശ്വാസം വലിക്കുക കുറച്ചു നേരം കണ്ടിന്യൂസ് റിത്തം ബ്രീത്ത് ചെയ്തിട്ട് പെട്ടെന്ന് നിന്നു പോകും. അപ്പൊ ഞാൻ എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കുലുക്കും. അല്ല, അങ്ങനെ കുലിക്കില്ല. അല്ല, കുലിക്കാലും കുലിക്കില്ലേലും പോണ്ടാണ് പോയനെ. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? കൃപയാൽ പോയില്ലെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് ഈ വീട്ടിൽ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ എല്ലാ ദിവസവും ഈ ഫ്ലാസ്കിൽ വെള്ളം കൊണ്ട് പള്ളി വരുന്നു. അപ്പൊ ഓരോ സെന്റൻസ് പറഞ്ഞിട്ട് ചൂടുവെള്ളം കുടിച്ചില്ല അടുത്ത സെന്റൻസ് പറയാൻ പറ്റത്തില്ല. അതെ, ആ സമയത്തൊക്കെ നമ്മുടെ ലൈവ് സ്ട്രീം എല്ലാ എപ്പിസോഡും അത് നിങ്ങൾ വിക്ടറി മീഡിയ കയറി നോക്കി അറിയാം. അത് ഫ്ലാസ്ക് വെള്ളം കുടിക്കുന്നത് ചിലപ്പോൾ പിള്ളേർ വിട്ടിട്ടുണ്ടായിരിക്കും. അതെ. സോ മെയ് മാസം 2023 ആദ്യത്തെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ടു ഡു ദി ഡയഗ്നോസിസ്. അതിനുശേഷം ഞാൻ ഇന്ത്യയിലും പോയി. എല്ലാരും പറഞ്ഞു നാട്ടിൽ പോകണം, ചെക്ക് ചെയ്യണം. എനിക്ക് ആൾക്കാരും അഡ്വൈസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചിലപ്പോൾ ഇനി കൊല്ലുമെന്ന് പോലും പേടിയാ. അപ്പൊ നാട്ടിൽ പോയി എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണൂരിലൊരു സുനി എന്ന് പറഞ്ഞ ഭാഷ വിളിച്ചോണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്റെ സെയിം ഹാപ്പന് വന്ന് പുള്ളി തട്ടിപ്പോണ്ടതായിരുന്നു. പുള്ളിയുടെ ജീവിതമേ പോണ്ടതായിരുന്നു. അപ്പൊ പുള്ളി അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് എന്തൊക്കെ ഒരുപാട് മരുന്നെല്ലാം കഴിച്ച് അപ്പൊ പറഞ്ഞു ഭാഷ വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇനി ഞാനും പോയി. എനിക്ക് തോന്നുന്നു ഞാനൊരു എന്താ പറയണ്ടേ, ഒരു സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവന്നായിരുന്നു. ഒരു സ്കാൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് വന്നു. ഇവിടെ നമുക്കൊരു ഫുൾ എന്നിട്ട് ഇവിടെ കാണാം അല്ലേ. അന്നേരം നമ്മുടെ ചർച്ചിലുള്ള ഡോക്ടർ ബെറ്റിനെ കാണിക്കുക ഓർമ്മ. അതെ, ഡോക്ടർ ബെറ്റി അസസ് ചെയ്തായിരുന്നു ഇനിഷ്യൽ റിപ്പോർട്ട്സ്. ഐ തിങ്ക് എനിക്ക് എല്ലാത്തിനും ഒന്നും പേരറിയത്തില്ല. പക്ഷേ ദ കൺക്ലൂഷൻ വാസ് ദാറ്റ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. സ്ലീപ്പ് സ്റ്റഡി നടത്തിയാണ്. അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ ഓക്സ്ഫോർഡിലെ എന്തോ ഒരു മിഷനൊക്കെ എടുത്തോണ്ട് എന്റെ പേര് ഓർമ്മയുണ്ടെന്ന് എനിക്കത്തില്ല. രാത്രിയിൽ ഇങ്ങനെ അത് വെച്ച് രാത്രി വെച്ച് ഇങ്ങനെ കിടക്കുക. അത് എവിടെയാന്ന് ഓർമ്മ. എവിടെയോ വെച്ചു. ഇത് എത്ര വർഷമായി. അതെ. അപ്പം ഡയഗ്നോസിസ് വന്നത് സ്ലീപ്പ് ആപ്നിയ, റൈറ്റ് ലോബ് കൊളാപ്സ്, ലങ്സിന്റെ റൈറ്റ് ലോബ് കൊളാപ്സ്ഡ് ആയിരുന്നെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഡയഗ്നോസിസ്. ഇത് മെയ് 2023 ഇഫ് യു റിമെമ്പർ. അല്ലെ, വേറൊരു കാര്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴേ ഈ ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ ഓർക്കുമ്പോൾ നമ്മൾ ഈ എൻഡ് ഓഫ് ദി ഇയറിൽ നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ചിന്തിക്കും, എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എന്റെ എന്നെ മിഡിൽ ലോബ് എന്നാ പറയുന്നത്, റൈറ്റ് ലോബ് മൊത്തം കൊളാപ്സ് ആയി. റിപ്പോർട്ടൊക്കെ നമ്മുടെ ഉണ്ടെന്നോ അല്ലേ. അപ്പം ആ ഒരു അസുഖം എനിക്ക് വന്നല്ലോ. പക്ഷെ എനിക്ക് ഓർമ്മയാ, എൻ്റെ ഓർമ്മ ഇങ്ങനെയാ, എനിക്ക് ഭയമില്ലായിരുന്നു. എല്ലാവരും എന്നെ അഡ്വൈസ് ചെയ്യുമ്പോഴും
എനിക്ക് നല്ല ഭയം. ഞാൻ വിശ്വസിക്കും ദൈവം സൗഖ്യമാക്കും. Yeah, that I know. ഞാൻ ഒരിക്കലും ആ രോഗത്തെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് എല്ലാവരോടും പറഞ്ഞു നടന്നു എനിക്ക് രോഗം പ്രാർത്ഥിക്കണേ. പക്ഷെ ഞാൻ എൻ്റെ രാത്രി റൂമുകളിലൊക്കെ ദൈവമേ നീ എനിക്ക് ആയുസ് തരുന്നുണ്ടെങ്കിൽ സംഭവം എന്നത് പോകണം. അതെ. പക്ഷെ എന്ന പോയെന്ന് എനിക്കറിയത്തില്ല. അതെനിക്ക് തോന്നുന്നു നമുക്കൊരു ഇവിടുത്തെ ഡോക്ടർ, ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ടേക്സ് എ ലോങ് ടൈം പ്രിസ്ക്രിപ്ഷനും ഒക്കെ തരാൻ. അപ്പം നമുക്കൊരു വീഡിയോ കോൾ നടന്നു. ഒരു വീഡിയോ കോൾ ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു വലിയ സീരിയസ് ആണ്, അതുകൊണ്ട് ഒരു മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ ഇതെല്ലാം കൂളായിട്ട് ചിരിച്ചുകൊണ്ട് കേൾക്കും. എന്നിട്ട് സീരിയസ് ആണെന്ന് പറഞ്ഞ് ടാബ്ലറ്റ് വന്നപ്പോഴാണ് 1 വർഷം കഴിഞ്ഞു, 6 മാസം അല്ലല്ല 3 months കഴിഞ്ഞു. സോ നമ്മുടെ വീഡിയോ കോൾ കഴിഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ GPയിൽ എത്താൻ 3 months എടുത്തു. ബട്ട് സംവെയർ ഇൻ ദാറ്റ് ജേർണി കർത്താവ് ഹീൽ ചെയ്തു, നമ്മൾ അറിഞ്ഞില്ല. ഇറ്റ് വാസ് ഇൻ ലൈക്ക് ഒരു ദിവസം, ഒരു പർട്ടിക്കുലർ ദിവസം ഹീൽ ആയതല്ല, സം ഡേ സംവെയർ ഹാപ്പൻ, റൈറ്റ്? അതല്ല പറഞ്ഞത്, നമ്മൾ കർത്താവിൽ കൊടുത്താൽ പിന്നെ എപ്പോൾ ഹീലാകുന്നു എപ്പോൾ പോകുന്നു നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് നമ്മുടെ മേൽ ദൈവത്തിനൊരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ കാല് ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അപ്പം അങ്ങനെ കർത്താവ് അത് എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി. ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അത് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിക്കാറില്ല. ഇപ്പോൾ ഞാൻ 1-2 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കാറില്ല. പക്ഷെ അന്ന് ഓരോ സെന്റൻസിനും വെള്ളം കുടിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ എനിക്ക് ബ്രെത്ത്ലെസ് ഇല്ല, എനിക്ക് ഉറങ്ങാൻ ഇപ്പൊ ഉറക്കം കൂടുതലാ, ഞാൻ ഉറങ്ങാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ. അപ്പം ദൈവം ചെയ്ത അത് സൗഖ്യമാക്കിയെന്ന് വിശ്വസിച്ച് നടക്കുന്നതാണ് ഞാൻ. ഇനി ആ രോഗം വരുമെന്ന് ഞാൻ ആ രോഗത്തെക്കുറിച്ച് മറന്നേ പോയി. ഇപ്പം ഇത് ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതെ, ആക്ച്വലി നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്, ഡിസ്ചാർജ് റിപ്പോർട്ട് ഈ വർഷമാണ്. അതതിലും വലിയ രസകരമായ കാര്യമാണ്. ഈ രോഗമൊക്കെ മാറി ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 2024 ഹീൽഡ് ആയത്. 2025 നമ്മുടെ ഫൈനൽ കൺസൾട്ടേഷൻ. അപ്പൊ അതേ ഡോക്ടർ എന്നെ കഴിഞ്ഞ 1 മാസം മുമ്പേ അങ്ങോട്ട് വിളിച്ചു. അപ്പൊ ആ ഡോക്ടറെ അടുത്താണ് ഞാൻ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് പോയത്. അപ്പൊ ഞാൻ അണയ്ക്കുന്നതും അദ്ദേഹം ഇവിടെ വെച്ചപ്പം ഇവിടെ ഉള്ള എല്ലാം കണ്ടിട്ട് ഞാൻ ഈ ലാസ്റ്റ് കോൾ റീസെന്റ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദ ഗോഡ് ഗ്രേസ് ഐ ആം ഹീൽഡ്. അദ്ദേഹം പിന്നെ 2 മിനിറ്റ് മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ കാറ്റ് പോയെന്ന് ഞാൻ സംശയിച്ചു. കാരണം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ, കാരണം ഇതൊക്കെ കംപ്ലൈന്റ് ആയ വ്യക്തികൾക്ക് അവരുടെ പഠനത്തിലും ശാസ്ത്രീയമായ വിദ്യാഭ്യാസത്തിലൊന്നും വീണ്ടും ഇത് റിപ്പീറ്റ് ആയിട്ട് വരണം. അപ്പൊ അത് വേറെ കാര്യമാണ്. ഇതിന് മുമ്പ് പ്രാവശ്യം വിളിച്ചപ്പം ഞാൻ പറഞ്ഞു എന്റെ ഹീലായി. അപ്പൊ അന്നേരം ഡോക്ടർ പറയാ, ഡോക്ടറാന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു ഇല്ല ഇത് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങള് സൈൻ ഔട്ട് ചെയ്യുന്നില്ല, ഒരു ഗ്യാപ്പ് തരാം. എന്റെ കർത്താവ് സൗഖ്യമാക്കി പിന്നെ തിരിച്ചു വരത്തില്ല. കാരണം ഞാൻ നടക്കുന്ന കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ന്യായം വാക്ക് വിത്ത് പ്രസപ്റ്റ് ലോഡ്. ദുഷ്ടൻ വീണ്ടും വന്ന് എന്നെ മാന്താൻ ഞാൻ അനുവദിക്കത്തില്ല. പക്ഷെ നമ്മൾ ആ 2024 കൺസൾട്ടേഷനിലും പറഞ്ഞു 1 year ഗ്യാപ്പ് തരാം, ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് അവർക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് 1 year തന്നു. പക്ഷേ ഈ കഴിഞ്ഞ മാസമാണ് ഡിസ്ചാർജ് ചെയ്തത്. ഡിസ്ചാർജ് ചെയ്ത് കാരണം ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തേക്കാൻ പറഞ്ഞു. കാരണം ഇനി അങ്ങനെ ഒരു വഴി ഇട്ട് വെക്കണ്ട എൻ്റെ മനസ്സിൽ പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു ഡു യു വാണ്ട് അഗൈൻ 3 വട്ടം എന്നോട് ചോദിച്ചു സൈൻ ഓഫ് ചെയ്യണം. പക്ഷെ എൻ്റെ മനസ്സിൽ പറഞ്ഞു ദൈവം സൗഖ്യമാക്കിയതാണ്, നീ അതിനെ ഞാൻ മുറിച്ചാക്കണമെന്ന് പറഞ്ഞു. ആ ഡയഗ്നോസിസിൻ്റെ അകത്ത് ആ ഫുൾ ലിസ്റ്റ് ഉണ്ട്. ആൻഡ് ദെൻ അതിൽ എഴുതിയിട്ടുണ്ട് ദർ ഇസ് നോ സിംറ്റംസ് ആൻഡ് നോ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ അവസാനം എഴുതിയിട്ടുണ്ട് that there is still a very high chance of respiratory infections throughout your lifestyle. Now the question is, അത് മെഡിക്കൽ അല്ലേ? നമ്മുടെ രാജാവ് ദൈവം എന്ന് പറഞ്ഞ മെഡിക്കലിനേക്കാളും വലുതല്ലേ? അതെ, of course. അവരനുഭവിക്കാത്തതുകൊണ്ടാണ്. അതെ, പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് ഇപ്പം നമ്മുടെ ഇത് കേൾക്കുന്ന പലവർക്കും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ദൈവം ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എങ്കിലും ഈ ഭയം ഒരു വലിയ വിഷയമാണ്. സ്പെഷ്യലി ഇപ്പം മെഡിക്കൽ റിപ്പോർട്ട് പറയുക യു സ്റ്റിൽ ഹാവ് എ വെരി സ്ട്രോങ് ചാൻസ് ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, സോ യു നീഡ് ടു ബി വെരി കെയർഫുൾ. അപ്പം അവരുടെ ഉള്ളിൽ ഒരു സീഡ് ഓഫ് ഫിയർ എപ്പോഴും റിമെയിൻ ചെയ്യും, ഇത് തിരിച്ചു വരുമോ? അങ്ങനെ കേൾക്കുന്ന ഒരാളോട് ഹൗ കെൻ ദേ ഓവർകം? ഈ തിരിച്ചു വരുമോ എന്നുള്ള ഭയമാണല്ലോ. ഈ ഭയം മാറ്റം 3 കാര്യം നമ്മൾ മറക്കരുത്. എൻ്റെ ഇരിക്കുന്ന വചനമാണ് നമ്മുടെ അടിസ്ഥാന ഉപദേശം. ഈ വചനം പരിശുദ്ധ എഴുതപ്പെട്ടതാണ്. ഈ വചനമൊക്കെ ദൈവത്തിൻ്റെ ഓരോ ശബ്ദങ്ങളാണ്. ഈ വചനം നമ്മൾ നന്നായി വായിക്കണം.
വായിച്ചിട്ട് വിടരുത്. മലയാള മനോരമ പോലെ വായിച്ചു വിടരുത്. ഇതിനെന്ത് ചെയ്യണം? മെഡിറ്റേറ്റ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ വായിക്കണം, നിന്നെ രോഗം സൗഖ്യമാക്കും എന്ന് പറയുമ്പോൾ അത് ആ വചനം അങ്ങ് ഏറ്റെടുക്കണം. ഈ വചനം അതുപോലെ ഞാൻ വിശ്വസിക്കണം. അതാണ് വേർഡ് ഓഫ് ഗോഡ്. മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കുക എന്നൊക്കെ പറയും. രണ്ട്, ഈ പ്രശ്നം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ റീഡ് ചെയ്യണം. അപ്പോൾ ഈ റീഡിങ് ഒരു പ്രാക്ടീസായി. ഇപ്പോൾ ഒത്തിരി പേരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും, ഐ സ്ട്രഗിൾ ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് എവറി ഡേ. എനിക്കിതൊരു പ്രാക്ടീസ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരാളോട് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൽ ഫ്ലഷിലാണ്. ഈ ഭൂമിയുടെ ആകർഷണം അങ്ങോട്ടാ, ഭൂമിയിലേക്ക്. നമ്മൾ ഈ നോക്കിയപ്പോൾ എല്ലാവരും ഫോണെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട് അവർക്ക് മാറ്റാൻ പറ്റാത്ത? അവർ ഈസി ആയിട്ട് അങ്ങ് ചെയ്യുമല്ലേ, യൂസ്ഡായി, അത് ജീവിതത്തിന്റെ ഭാഗമായി. അതുപോലെ വചനം വായിക്കാൻ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റും. പ്രാക്ടീസ് ചെയ്യണം. എക്സാമ്പിൾ, നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺ ആക്കുമ്പോഴേ ഈ ഗൂഗിൾ ഡ്രൈവ് ഓട്ടോമാറ്റിക്, ഗൂഗിളിന്റെ ഇത് ഡീഫോൾട്ടിൽ കിടക്കുക, മറ്റേ ബ്രൗസർ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴേ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള ഡീഫോൾട്ട് ലൈഫിൽ എക്സസൈസ് ചെയ്യണം. ഈ എക്സസൈസ് വരാത്തോടത്തോളം കാലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഒരാൾ സ്പിരിച്വലി വീക്കാന്ന് വെച്ചോ, സ്ട്രഗ്ലിംഗ്, വാട്ട് കൻ ദേ ഡു ടു എക്സസൈസ് ഇറ്റ്? വാട്ട് കൻ ദേ ഡു ടു ഹൗ കൻ ദേ ഇംപ്രൂവ്? ജിമ്മിൽ പോയിട്ടുണ്ടോ? ഈ ജിമ്മിൽ ചെല്ലുമ്പോഴേ ഈ ജിമ്മിൽ ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഇരിക്കും. ഈ ആദ്യമായിട്ട് പോകുന്ന വ്യക്തിക്ക് ഇത് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രെയിനറെ ഹെൽപ്പ് ചോദിക്കും. സോ ഈ ആത്മീക വിഷയത്തിലും നമുക്ക് ട്രെയിനേഴ്സ് ആവശ്യമാണ്. ബൈബിളിൽ പറഞ്ഞാൽ സ്പിരിച്വൽ ഫാദേഴ്സ്, സ്പിരിച്വൽ മെന്റേഴ്സ്. അതിനാണ് ബൈബിൾ പറഞ്ഞ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, അല്ലേ? ഇങ്ങനെയുള്ളിടത്തോട് നമ്മൾ എന്ത് ചെയ്യണം? കണക്റ്റഡ് ആണ്. നമ്മൾ യൂസ്ഡ് അല്ലാത്ത ഏറിയ ഉണ്ട്, എനിക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടവരുമായി കണക്ട് ചെയ്ത് നോക്കിയാൽ എന്ത് ചെയ്യും? ഇപ്പം എക്സാമ്പിൾ, ഒരു ക്രിക്കറ്റ് പ്ലേ ചെയ്യുന്നൊരു വ്യക്തി പോട്ടെ, ഒരു ഫുട്ബോൾ പ്ലേ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് എന്തായിരിക്കും? ഫുട്ബോളിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച്. ആരെ കണ്ടാലും അല്ലേ, നീ വേൾഡ് കപ്പിന് ഇന്ന് കണ്ടായിരുന്നു അല്ലേ, ടോപ്പിക് എപ്പോഴും അതായിരിക്കും. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി വെച്ച് അതുപോലെ ആയിരിക്കണം. നമ്മുടെ സ്പിരിച്വലിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ഫൈൻഡ് ഔട്ട്. But see, well, say you're quite strong in your faith, and your faith, I would say, compared to I am not saying strong means we need to grow every day. I agree, but so compared to you, I think my faith is not that strong, and I'm always inspired and I try to grow my faith as much. പക്ഷെ ഇപ്പൊ നമ്മൾ വചനത്തിൽ നോക്കിയാൽ ദൈവത്താൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് ഏലിയ പ്രവാചകൻ. ദൈവവചനം പറയുന്ന ബാലിന്റെ പ്രവാചകന്മാരുടെ നടുവിൽ സൂപ്പർ നാച്ചുറലായി പ്രവൃത്തി ചെയ്തയാളാണ്. എങ്കിലും ഈ ഏലിയാവ് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഭയപ്പെട്ട് ഓടിയില്ലേ. സോ സംടൈംസ് ഫിയർ നമ്മളെ ഓവർടേക്ക് ചെയ്യും. അല്ല, ഫിയർ നമുക്ക് ഉണ്ടാകും. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഫിയർ ഉണ്ടാവണം, അല്ല മനുഷ്യനല്ല. ഈ മനുഷ്യൻ ഉണ്ടാക്കിയത് പോലും എന്താണ്? ഭയമുണ്ട്. അപ്പം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഏദനിൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ യഹോവയെ ദൈവം എപ്പോഴും വെയിലാറും വരുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്തിനാ ഒളിച്ചത്? ഫിയറാണ്. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒളിച്ചു, അതുവരെ ഓക്കെ ആയിരുന്നു. അത് ശബ്ദം കേട്ടപ്പോൾ ഫിയറായി. കാരണം ഇതിനു മുമ്പ് വന്നപ്പോൾ ഒളിച്ചിട്ടില്ലല്ലോ. ഇല്ല. സി, അപ്പം പാപത്തിന്റെ ഒരു തുടക്കമാണ് ഈ ഫിയർ തന്നെ. അപ്പം ഈ ഫിയർ നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് ആര് വേണം? ആര് വേണം? കർത്താവായിട്ടൊരു നല്ല ബന്ധം വേണം. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഡിപ്പെൻഡ് ചെയ്യും ഹൗ മച്ച് വി ഓവർകം ഫെയ്ത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു അപ്പൊ ഏലിയ പ്രവാചകൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഭയപ്പെട്ടുവെങ്കിൽ ആ സിറ്റുവേഷനിൽ ഏലിയാവിന് ഒരാളില്ല അവിടെ ഒന്ന് താങ്ങാൻ, സപ്പോർട്ട് ചെയ്യാൻ. നോ മെന്റേഴ്സ്, നോ അതർ പ്രോഫിറ്റ്സ്, ഹൂസ് ഓൺ ഹിസ് ഓൺ. കാരണം ഓൾഡ് ടെസ്റ്റ് പഠിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരു പട്ടണത്തിൽ ഒറ്റൊരാളേ ഉള്ളൂ ശക്തരായവർ. പക്ഷെ പുതിയ പുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, മുക്കിന് പള്ളികള്, മുക്കിന് പാസ്റ്റേഴ്സ്, എൽഡേഴ്സ്. നിങ്ങൾ നല്ല അതും നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ചെല്ലുന്നയാള് നമ്മളെക്കാളും വീക്കാണെ പോയി.
So find a good mentor, And a find a spiritual. good church, find a spiritual church, find a spiritual mentor. അതാണ് മെയിൻ കാര്യം. 100%. എന്നാൽ ഒരു മാത്രമേ പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പറയും, ഓ നിനക്ക് പ്രശ്നമാണോ, അതെ എന്താ ചെയ്യണ്ടേന്നല്ല ചോദിക്കണ്ടേ. അതെ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ ആ വ്യക്തിയെ സ്പിരിച്വൽ ആയിട്ട് എൻകറേജ് ചെയ്യും. പക്ഷെ പല ആൾക്കാരും ഫെയിലായി പോകുന്നുണ്ട്, കാരണം അറിയത്തില്ലല്ലോ, ചാടി ചെല്ലുമല്ലേ. But sometimes there are situations where we have to self encourage as well, right? നമ്മളെ തന്നെ എൻകറേജ് ചെയ്യേണ്ട. അയ്യോ, അതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് പറഞ്ഞില്ലേ അല്ലേ, ഈ ക്രിസ്ത്യൻ ലൈഫിൽ എപ്പോഴും പ്രതീക്ഷിക്കലും മറ്റുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യുന്നു, മറ്റുള്ളവർ നമ്മളെ ബലപ്പെടുത്തുമെന്നും മറ്റുള്ളവർ നമ്മളെ ശുശ്രൂഷയെ സഹായിക്കുമെന്നും വിചാരിക്കാൻ പറ്റില്ല. But I think it's very important that people find a good church, find a good spiritual mentor. But even if none of this is available for you, you need to find a way to self-encourage. 100% സെൽഫായിട്ട് എൻകറേജ്മെന്റ് വേണേ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഈ വചനം നമ്മുടെ കാലിനും പാതയ്ക്കും പ്രകാശമായി മാറണം. ഈ വചനമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം എനിക്ക് ഹീലിംഗ് കിട്ടി, എനിക്ക് നാളെ അസുഖം വരാം. അപ്പോൾ ഞാൻ വചനത്തിൽ ഉറച്ചില്ലെങ്കിൽ വീണുപോകും. പിന്നെ വൺ തിങ് ദാറ്റ് ഐ ഡു വിച്ച് എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഈസ് ടു അപ്ലൈ ദ വേർഡ് ഓഫ് ഗോഡ്. ഫോർ എക്സാമ്പിൾ, ദൈവം പറയുന്നു ഞാൻ എൻ്റെ വചനം അയച്ച് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. സോ ഞാൻ എന്നോട് തന്നെ പറയും, പ്രിൻസി, ദൈവത്തിൻ്റെ വചനം അയച്ച് നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. സോ സൗഖ്യം എൻ്റെ അവകാശമാണ്, എൻ്റെ അപ്പമാണ്. സോ വചനത്തെ എൻ്റെ ജീവിതത്തിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് ഐ എം സ്ട്രോങ്. എനിക്ക് എൻ്റെ ഹൃദയത്തിലോട്ട് വരുന്ന ഫിയറിനെ ഓവർകം ചെയ്യുന്നത് വചനം അപ്ലൈ ചെയ്താൽ. ഈ ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഒരു ടൈം ലൈൻ വെക്കും, ഇന്ന ടൈമിനുള്ളിൽ സൗഖ്യമാകണം. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊക്കെ മറക്കണം. നമ്മൾ ദൈവസ്ഥാനം ഏൽപ്പിച്ചു കൊടുത്ത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഞാൻ പറയട്ടെ, ഒരു ടെസ്റ്റ് കൂടെ പറഞ്ഞു പോയിക്കോട്ടെ. ഈ കാല് മടക്കി വെച്ചോണ്ട് ഞാൻ പറഞ്ഞതാ, എനിക്ക് കാലം മടക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇവിടെ തുറന്നിട്ട് എന്താ ഗ്രൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ കാലെ ഒരു ഡോക്ടർ തൊടാൻ സമ്മതിക്കത്തില്ല, ദൈവം തൊടത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ വിഷയം മറന്നു. ഞാൻ കുനിയുമ്പത്തേനോ വളയുമ്പത്തേനോ വേദന വരുമ്പോഴേ പെട്ടെന്ന് ഞാൻ ഓർക്കത്തില്ല, അയ്യോ വന്നെന്ന് ഓർക്കത്തില്ല. അത് എൻ്റെ ശരീരത്തിൻ്റെ വേദനയാട്ടം വിട്ടു. ബട്ട് സംടൈംസ് നമ്മുടെ ഓൺ തോട്ട്സ് അല്ലെങ്കിൽ സാത്താൻ കൊണ്ടുവരുന്ന ചിന്തകൾ അല്ലെങ്കിൽ വേറെ ഒരാളെ ഉപയോഗിച്ച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ചിന്തകളെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പം ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ക്യാൻസൽ ചെയ്യാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് വചനത്തിൽ ഉറക്കുകയും സെൽഫ് പ്രേയറുകളിൽ ശക്തരാകുകയും ആരാധനകളിൽ ശക്തരായി തീരുമ്പോൾ അവരെ ക്യാരി ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അത് നമ്മളെ ബലപ്പെടുത്തും. അപ്പം ഇപ്പം ഇത് നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന അനേകര് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ ഇതുവരെ കിട്ടിയിട്ടില്ലായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ എന്ത് കിട്ടിയാലും പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് ഇനി എൻ്റെ നഖം ഇവിടെ നിന്ന് ചെറുത് പൊട്ടി രക്ഷപ്പെട്ടാൽ ഞാൻ വിളിച്ചു പറയും. ഞാൻ 100 പേരോട് ഇത് പറയാത്ത സ്ഥലമില്ല ഇപ്പോൾ. അതെ, പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വചനം പഠിക്കുന്നു, ലാസറിനെ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു, അല്ലെങ്കിൽ തബീത്തനെ യേശു ഉയർപ്പിച്ചു. ഇത് നമ്മൾ ഒരു 1000 പ്രാവശ്യം പ്രീച്ച് ചെയ്താലും വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷെ നമ്മുടെ ഒരു ടെസ്റ്റിമണി അത് 5 വർഷം പഴക്കമായാലും നമ്മൾ പറയുന്നു അത് പഴയ ടെസ്റ്റിമണി, എല്ലാം പുതിയ ടെസ്റ്റിമണി. ജീവിച്ചിരിക്കുന്ന ഭാഗ്യമല്ലേ. അതെ, ടെസ്റ്റിമണീസ് ഡിക്ലെയർ ചെയ്യുന്നത് is also a sign of victory. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു ടെസ്റ്റിമണി കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത ടെസ്റ്റ് വരും. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. അതാണ്, ഇന്ന് എനിക്കൊരു ടെസ്റ്റിമണി കിട്ടി, അപ്പം നാളെ എനിക്കൊരു ടെസ്റ്റ് വരുമ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യുക. That's where people are struggling. പക്ഷെ അതാ ഞാൻ പറഞ്ഞ ഇസ്രായേൽ, ഞാൻ പറയാം ഒരു കാര്യം പറയും, ഇസ്രായേൽ യാത്ര പുറപ്പെട്ടപ്പോഴേ ചെങ്കടൽ മോശയുടെ സീസണാണ്. മോശയുടെ സീസണിൽ ചെങ്കടൽ കടന്നു. അടുത്ത് യോശുവയുടെ സീസൺ വന്നു, അപ്പൊ യോർദാൻ വന്നു. പക്ഷെ ഈ മോശ സീസണിൽ തന്നെ കയ്പുള്ള വെള്ളം വന്നു. അതെ, മാറാ. അപ്പൊ അവിടെയും ജനം പുറകുറുക്കുക, അവര് പഴയത് മറന്നുപോയി. അതാ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞോട്ടെ.
എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തത്, എൻ്റെ ജീവിത അനുഭവത്തിൽ പ്രാക്ടീസ് ചെയ്തത്, ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ആ പ്രശ്നത്തെക്കാളും കൂടുതൽ കൂടുതൽ ചിന്തിക്കുകയും അതിനെ എൻ്റെ കർത്താവ് നടത്തിയ എന്ന് പറഞ്ഞ പഴയ ടെസ്റ്റിമണികളെ ഞാൻ സ്വയമായി റിമൈൻഡ് ചെയ്ത് സെൽഫ് റിമൈൻഡർ ഓഫ് വാട്ട് ഗോഡ്. അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പ്രശ്നമായിട്ട് എന്ത് ചെയ്യും, നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇതിനെ കൊണ്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്യും. So I think that is very important. So if you എന്നിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കും. So if you're listening to us, I think it's very important. നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യണം, കർത്താവ് നമ്മളെ എവിടുന്നാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ആൻഡ് വെൻ വി കീപ് ഡിക്ലെയറിങ് ഇറ്റ് ഈസ് ആക്ച്വലി വെരി പവർഫുൾ അല്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫിനെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, നാളെ ഒരു വിഷയം വന്നാലും ഞാൻ ആ വിഷയത്തെക്കാളും കൂടുതൽ പ്രാധാന്യം ഞാൻ പഠിച്ചിരിക്കുന്നത്, ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ഞാൻ ഓവർകം ചെയ്തത് ഞാൻ ഈ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുക. പ്രശ്നത്തെക്കാളും കൂടുതൽ ഡെലിവറൻസിന് ഞാൻ പ്രാധാന്യം കൊടുക്കും. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച ആദ്യത്തെ കാര്യം വചനത്തിൽ ഉറയ്ക്കാനാണ്. 100% വചനത്തിൽ ഉറയ്ക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവർ ഒരു നല്ല ചർച്ച്, സ്പിരിച്വൽ ചർച്ച്, ഫൈൻഡ് എ സ്പിരിച്വൽ മെന്റർ who will guide you, encourage you and build you. That is point 1, right? Very important. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻകറേജ് ചെയ്യുന്നത് ജനത്തിന് സ്പിരിച്വൽ വളരാനാണ്. സ്പിരിച്വലി വളർന്നാലേ ഫിസിക്കലുള്ള മേഖല ജയിക്കാൻ പറ്റത്തുള്ളൂ. I think it's the other way around. People are always struggling physically, but spiritual man feed ചെയ്യുന്നില്ല. രണ്ട് ഇതുണ്ട്, ഒന്ന് സ്പിരിച്വൽ മാൻ, ഒന്ന് ഫിസിക്കൽ മാൻ. ഒരു ശരീരത്തിൽ തന്നെ രണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നു. സ്പിരിച്വൽ മാനെ ഫീഡ് ചെയ്തില്ലെങ്കിൽ ഫിസിക്കൽ മാൻ എപ്പോഴും വീക്ക്. അപ്പൊ നമ്മൾ ഒരു ദിവസം ബിരിയാണി കഴിക്കുന്നു, ദോശ കഴിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ മാനെ ശക്തിയാക്കുക. രാവിലെ മുട്ട കഴിക്കുന്നു, അവക്കാഡോ കഴിക്കുന്നു, ബനാന കഴിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്തിനാ? കോൾഡ് വരുത്തും പറയും, ഒരാൾ പറയും അവക്കാഡോ നല്ലതാണ്, മുട്ട ബുൾസേ നല്ലതാണ് അല്ലെ? ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു? അഡ്വൈസ് ആണ്. അത് എന്തിനാ? ഫിസിക്കൽ മാനിന്. അപ്പൊ നമുക്ക് ഈ സ്പിരിച്വൽ മാൻ എന്ത് അഡ്വൈസ് കൊടുക്കുന്ന കോൾഡ് വരുമ്പോ? Depend on the word of God. See, one thing എനിക്ക് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം പലർക്കും അറിയാം, നമ്മുടെ കുഞ്ഞ് ആബിഗേലിന് അവളുടെ ചെവി ഹീലായതാ, ട്വിസ്റ്റഡ് ഇയർ ഡ്രം ആയിരുന്നു, സർജറിക്ക് റെഫർ ചെയ്താ. നമ്മുടെ ലാസ്റ്റ് MRI കൺഫേംഡ് ആയിരുന്നു, സർജറി ചെയ്യണം, ദർ ഇസ് നോ അതർ ഓപ്ഷൻ. പക്ഷേ കർത്താവ് അത്ഭുതമായി കുഞ്ഞിനെ വിടുവെച്ചു. പക്ഷെ ഞാൻ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്, കുഞ്ഞിന് ചെറിയ പനിയോ കോൾഡോ എല്ലാം വരുമ്പോൾ ഉടനെ ആൾക്കാർ നമ്മളോട് ചോദിക്കും, ചെവി ഓക്കെ ആണോ? സോ ദർ ഇസ് ഓൾവേസ് മനുഷ്യൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഈവൻ ഇഫ് ഗോഡ് ഡെലിവേഴ്സ് വരാൻ സാധിക്കും. ഞാനൊരു കഴിഞ്ഞ ദിവസം ഞാനോട് സംസാരിക്കുകയായിരുന്നു, ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രശ്നം പറഞ്ഞു. ഓക്കെ, പ്രശ്നം പറഞ്ഞു, അതൊരു 15-20 മിനിറ്റ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് കർത്താവ് ഓവർകം ചെയ്യാനുള്ള സാഹചര്യം തരും. പോസിറ്റീവായിട്ട് സംസാരിക്കാനല്ലേ പഠിപ്പിച്ചു അവർ? ഞാൻ അവരെ പോസിറ്റീവായിട്ട് പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അതില്ല എന്നും ആ സ്ഥലം നല്ലതാണെന്നും മാനേജർ നല്ലതാണെന്നും ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പറഞ്ഞു, അടുത്ത ഷിഫ്റ്റിന് പോകുമ്പോൾ ദൈവം അത്ഭുതകരമായ ചേഞ്ചസ് കാണുന്നു. രാവിലെ പോകുന്ന വഴിയിൽ മൊത്തം പോസിറ്റീവ് സംസാരിക്കാൻ പറഞ്ഞു. പോസിറ്റീവ് സംസാരിക്കാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് അരമണിക്കൂർ സംസാരിച്ച് അടുത്ത ഷിഫ്റ്റിന് പോയി. അതുവരെ പ്രശ്നമുള്ള ആള് സ്നേഹിക്കാൻ തുടങ്ങി. സ്നേഹം തുടങ്ങിയിട്ട് ഈ വ്യക്തി ഒന്നും പറഞ്ഞില്ല. അപ്പം മനുഷ്യൻ എപ്പോഴും നെഗറ്റിവിറ്റിയിലാണ് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുക. ഒരു വിജയം വന്നാൽ എന്ത് ചെയ്യില്ല, പറയത്തില്ല. പക്ഷെ അപ്പോൾ ഈ കടകളിലൊക്കെ ഫീഡ്ബാക്ക് ഫോംസിൽ എപ്പോഴും പറയും, നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടാറുള്ളൂ, പോസിറ്റീവ് ആരും ഇടാറില്ല. പോസിറ്റീവ് ആരും ഇടത്തില്ല, നെഗറ്റീവ് മാത്രമേ ഇടത്തുള്ളൂ. നെഗറ്റീവ് ഇട്ടാൽ ഉടനെ ഇടും. അപ്പം ഞാൻ ഈ വ്യക്തിയോട് പിന്നെ ഒരാഴ്ച ചോദിച്ചപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം ഭയങ്കര സന്തോഷം, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം എന്തുകൊണ്ട് ഈ വ്യക്തി വന്ന് പറഞ്ഞില്ല എനിക്ക് കുഴപ്പമില്ലെന്ന്? അപ്പം മനുഷ്യൻ എപ്പോഴും നമ്മുടെ ഫിസിക്കൽ ബോഡി നെഗറ്റീവിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതാണ് ഈ ആവികലിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. ആ രോഗത്തിന് പ്രാധാന്യം, സൗഖ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
ഇപ്പം നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നന്മകളും ദൈവം ചെയ്ത വിടുതലുകളും നമ്മളോട് തന്നെ റിസൈറ്റ് ചെയ്യണം. നമ്മളോട് മാത്രമല്ല മറ്റുള്ളവരോടും പറയണം. ബിക്കോസ് വൺ ടെസ്റ്റിമണി ഗിവ്സ് ബർത്ത് ടു അനദർ ടെസ്റ്റിമണി. നമ്മൾ ഒന്നാമത് ഈ നെഗറ്റീവ് വേർഡുകളെ റിസീവ് ചെയ്യാതിരിക്കുക. പോസിറ്റീവുള്ള കാര്യങ്ങളെ പറയാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ, ആ അന്തരീക്ഷം തന്നെ മാറും. അല്ലേ? ഇപ്പൊ മുമ്പിലൊരു ഭക്ഷണം ഇരിക്കുക, ആ ഭക്ഷണം കൊള്ളത്തില്ല 10 പ്രാവശ്യം പറഞ്ഞാൽ സംഭവിക്കും, ആ ഭക്ഷണം കഴിക്കുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യാൻ കൊള്ളത്തില്ല, നോ സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ നല്ലത് 10 പ്രാവശ്യം കഴിച്ചു നോക്കിയേ, ഉപ്പില്ലെങ്കിൽ സംഭവം നല്ല സൂപ്പറായിട്ട് പോകും. നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലത് റിസീവ് ചെയ്യാൻ. അതെ, യെസ്, നല്ലത് പറയുക, നല്ലത് റിസീവ് ചെയ്യുക. പക്ഷെ one other thing that we always find is that people are struggling because, as you said, their focus is on the wrong place. അപ്പോൾ നമുക്ക് അവരെ എൻകറേജ് ചെയ്യാൻ പറ്റുന്നത് is refocus and focus on the word of God. What does the Bible tell about you? ശരി, നമ്മുടെ സമൂഹം എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ബൈബിളിൽ നമ്മുടെ ചെവി രണ്ടും നല്ല കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ ഉപയോഗിക്കുക. നമ്മുടെ നാവിനെ നല്ലത് പറയാൻ ഉപയോഗിക്കും. അതെ, മരണവും ജീവനും നാവിലിരിക്കുന്നു, അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത്. ശരി, നമ്മുടെ നാവിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും നല്ലത് പറഞ്ഞു നോക്കി. പിന്നെ വേറെ ഒരു തിങ് that sometimes people say as well is, എൻ്റെ ജീവിതത്തിലെ വല്ലതും പാപം കൊണ്ടാണോ? But that is also a possibility, right? Because വചനം പറയുന്നുണ്ട് 38 വർഷക്കാലം കൊളക്കരെ കിടന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന യേശു അവനെ വീണ്ടും കണ്ടപ്പോൾ അവനോട് പറയുന്നു, ഇനിമേൽ നീ പാപം ചെയ്യല്ല, കാരണം ചെയ്താൽ worst will happen. So sometimes our personal, private, secret sins can also be the reason why we are going through tests. അല്ലേ, വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ സൗഖ്യം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാം, not just സൗഖ്യം though, it's any breakthrough. any breakthrough, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോക്ടർമാരടുക്കൽ പോകുന്നവർ വീണ്ടും ഡോക്ടറെ അടുത്ത് പോകുന്നില്ലേ? എന്തുകൊണ്ടാണ്? അവരുടെ ജീവിത ക്രമീകരണങ്ങൾ ശരിയല്ല, അവരുടെ ഭക്ഷണ ക്രമീകരണം ശരിയല്ല, അവർ കയറിനകത്ത് ചാടി കയറുക, അല്ലേ, റോങ് വഴി നടത്തി വീഴുക. ശരി, നമ്മുടെ ശരീരത്തെയും നമ്മളെയും ദൈവത്തിന്റെ മന്ദിരമായി കണ്ടുകൊണ്ട് പ്രിസർവ് ചെയ്യണം. അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചാൽ, ശരി, കഴിക്കേണ്ടതേ കഴിക്കാവുള്ളൂ, കുടിക്കേണ്ടതേ കുടിക്കാവുള്ളൂ, പോകേണ്ടതേ പോകാവുള്ളൂ, ഇതൊക്കെ ബൈബിളിൽ കിടപ്പുണ്ടെന്നേ. അപ്പൊ ദൈവത്തിന്റെ പ്രമാണത്തിൽ ജീവിച്ച് യാത്ര ചെയ്യുമ്പോൾ, അതുകൊണ്ട് അവിടെ വാക്യം പറയും, ഇനി വേണ്ടി പാപം ചെയ്യല്ലേ, worst will come. അത് യേശു തന്നെയാണ് ആ ആളോട് പറയുന്നത്. അതായത് ബിക്കോസ് ജീസസിന് നമ്മുടെ സീക്രട്ട് സിൻസ് അറിയാം. സോ ജീസസ് ഈസ് സേയിങ് ടു അസ്, എല്ലാ ട്രയൽസും എല്ലാ ടെസ്റ്റും ദൈവം തന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സെൽഫ് ഇൻഫ്ലിക്റ്റഡ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വചനത്തിൽ ഉറച്ചില്ലെങ്കിൽ വേറെ വിഷയം കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടാവും, അതിങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, അത് കാരണം റീപ്ലേ ചെയ്തോണ്ടിരിക്കും. പക്ഷെ കാൽവരിയുടെ ഗിരിത്തളത്തിൽ യേശു സകല പാപവും നമുക്ക് വേണ്ടി ഏറ്റെടുത്ത, നമ്മൾ നമ്മുടെ പാപത്തെ ഏറ്റു പറഞ്ഞാൽ ഇറ്റ്സ് ഫിനിഷ്ഡ് 100%. പിന്നെ ആ പാപം നമ്മുടെ ഇല്ല. അതാ പറയുന്നത്, എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുമെന്നാ പറയുന്നത്. അത് ആ പാപത്തെ കർത്താവെ ഞാൻ ചെയ്ത പാവമാണെന്ന് ഏറ്റു പറഞ്ഞ് ക്ഷമിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്നേ. യേശു സൗഖ്യമാക്കി. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാപം ചെയ്യാത്തൊരാരും ഈ ഭൂമിയിലില്ല. നീതിമാൻ ആരുമല്ല, ഒരുത്തൻ പോലും ഇരുന്ന് വയൽ പഠിപ്പിക്കും. പക്ഷെ ഇനിമേ നീ പാപം ചെയ്യല്ലെന്ന് നീ പഠിപ്പിക്കുന്നു. പക്ഷെ ആ പാപം ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് ഹോളി സ്പിരിറ്റ്. 100%. പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾ എത്ര സ്വയമേ പാപം ചെയ്യാതിരിക്കാൻ നോക്കി, fall into it again. അല്ല, അതുകൊണ്ടല്ലേ ഈ ബൈബിൾ ആക്സ് തന്നെ എഴുതുമ്പോൾ ഫെലോഷിപ്പ് ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതെ, to boost each other up. അത് നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു കൂട്ടായ്മ വന്നിരുന്ന് പ്രാർത്ഥിച്ച് അവരെന്ത് ചെയ്യാണ്? അതിനൊരു എക്സാമ്പിളാണ് ഈ പെട്രോൾ ടാങ്ക് ലോറി കണ്ടിട്ടുണ്ട്. പെട്രോൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള്
അതിൻ്റെ ഓയിലായിരിക്കും, അല്ലെങ്കിൽ പെട്രോൾ ആയിരിക്കും. ഓയിൽ, അതായത് പെട്രോൾ ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടാകാം. വലിയ ലോറിയുടെ വലിയ ടാങ്ക് അത് മൊത്തം ഇതായിരിക്കും. പക്ഷേ ഈ ലോറി പറയുവാണ്, എനിക്ക് എൻ്റെ മേലെ ഒത്തിരി എന്താണ് ഫ്യൂലുണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടുവോ? ഇല്ല. അവരും സ്റ്റേഷൻ അടിക്കണം എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ് ഒരു സ്റ്റേഷനാണ്. ഐ ക്യാൻ ലീവ്. എനിക്ക് സ്വന്തമായി എനിക്ക് വീട്ടിലിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് ദൈവമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും പറ്റത്തില്ലെന്നേ. ഒരു മനുഷ്യന് ഒരു പരിധിക്കുള്ള ഒറ്റയ്ക്ക് ഇരുന്നൊന്നും ബൂസ്റ്റപ്പ് ആകാൻ കഴിയില്ല. അവർക്ക് ഒരു ഫെലോഷിപ്പിന്റെ നീഡുണ്ട്. അല്ലെ ബൈബിളിലെ വാക്യം വരത്തില്ല, കൂട്ടായ്മ ആചരിച്ചു. ആ കൂട്ടായ്മ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുന്നതും ഈ പറഞ്ഞതുപോലെ എൻകറേജ് ചെയ്യുന്നവരും, അതുപോലെ ഉൾക്കരുത്തില്ലാത്ത ധൈര്യപ്പെടുത്തുന്നവരും, ബലഹീനരെ താങ്ങുന്നവരും, ഇങ്ങനെയുള്ള ഫെലോഷിപ്പുകളിൽ നമ്മൾ പോയിരിക്കണം. അല്ലാതെ അവിടെ ചെന്നിരിക്കുമ്പോഴേ ഡിസ്കറേജഡും അവന്റെ പാവത്തെ വിളിച്ചു പറയുകയും നീ ശരിയല്ലെന്ന് പറയുകയൊക്കെ ചെയ്ത് അവനെ കുത്തി നോവിക്കുന്ന ഒരു ഫെലോഷിപ്പ് അല്ല യേശു ചെയ്തത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. യേശുവിന്റെ അടുക്കൽ പാപിനിയായ ഒരു സ്ത്രീ വന്നു. പല പുരുഷന്മാരാലും പ്രശ്നമുള്ള സ്ത്രീ. അവളെ കൊണ്ടുവന്നവര് പോലും ഒരു വലിയ ഗ്രൂപ്പുകളാണ്. അത് ഏജ് വരെ പറയുന്നുണ്ട്, ഓൾഡർ ടു യങ്ങർ എന്ന് പറയുന്നു. പല ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ. എന്നിട്ട് യേശു എന്താ ചെയ്തേ? യേശു പാപിയെ സ്നേഹിച്ചു, പാവത്തെ വെറുത്തു. ഇനിമേൽ നീ പാപം ചെയ്യലെന്ന് അവളോട് പറഞ്ഞു. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഞാൻ ഒരുവനെ ക്രൂശിക്കാൻ നോക്കുമ്പോൾ ആദ്യം ഓർക്കണം ഞാൻ വല്ല പാപം ചെയ്തിട്ടുണ്ടോ എന്ന്. അതുകൊണ്ടാണ് യേശു നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അതെ, കാരണം കല്ലെറിയാൻ നമുക്ക് ടെൻഡൻസി കൂടുതലാണ്. നമുക്ക് കല്ലെറിയാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, നമ്മൾ കല്ലെറിയാൻ മിടുക്കരാണ്. പക്ഷേ തിരിഞ്ഞു ചിന്തിച്ചാൽ നമ്മൾ എത്ര കല്ലെറിയണം? അപ്പം അതുകൊണ്ടാണ് ബൈബിളിന്റെ ദയയാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ശരി, അവിടെ ചെയ്തത് പാവിയെ സ്നേഹിച്ചു, പാവത്തെ ഓർത്തു. തിരിച്ച മനുഷ്യൻ ചെയ്യുന്നത് പാവത്തെ സ്നേഹിക്കും, പാവിയെ വെറുക്കും. പാവിയെ സ്നേഹിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ലൈഫിലുണ്ടാകും. പാവിയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് പാവം മാറിക്കോളും. ഇപ്പം നമ്മളെ കേൾക്കുന്ന അനേകർ പലവിധ ട്രയൽസിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ത്രൂ, ഒരു ഡെലിവറൻസോ, ഒരു ഹീലിങ്ങോ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ള മെയിൻ കാര്യം, സ്റ്റെപ്പ് നമ്പർ 1, ഗ്രൗണ്ട് യുവർ സെൽഫ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. തീർച്ചയായിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഈ നമ്മൾ എത്ര മെസ്സേജ് യൂട്യൂബിലൂടെ കേട്ടാലും, എത്ര മെസ്സേജ് വേറെ ആളുടെ കേട്ടാലും, സെൽഫ് ലേണിംഗ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതെ, യെസ്, അത് പ്രാക്ടീസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ആൻഡ് ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ്, the first thing you need to do is find a good church. 100%. Find a spiritual church that will encourage you to study the word of God. That's number 1. And a good fellowship. ഈ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് കാര്യമില്ല, പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം. നമ്മൾ ഈ ഒളിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഒളിഞ്ഞു നോട്ടം കൊണ്ട് കാര്യമില്ല. നമ്മൾ പാർട്ട് ഓഫ് എന്താ പറഞ്ഞ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, പാർട്ട്ണർ ഉണ്ട്. What is the difference? പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നു, ഓക്കെ ബൈ. പാർട്ട്ണർ എന്ന് പറഞ്ഞ ഉത്തരവാദിത്വം ഉണ്ട്. Take responsibility. Yeah. ഒരു ഫെലോഷിപ്പിന്റെ അകത്ത് പാർട്ട്ണറായി മാറുന്നത് പാർട്ട്ണർഷിപ്പായി മാറണം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് അഡ്വൈസ് ടു പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിംഗ്. ഇഫ് യു ആർ ഗോയിങ്, ഞാൻ അവിടെ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. പാർട്ട്ണർഷിപ്പ് വേണം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് റെസ്പോൺസിബിലിറ്റി ടേക്ക് ഓവർ ചെയ്ത് അതിലകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രയൽസ് ഒക്കെ നമ്മൾ മറന്നു പോകും. ഇൻവെസ്റ്റ് ചെയ്യാൻ മനസ്സുണ്ടാവും. അതെ, അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് നമ്മുടെ ചർച്ചിലെ ബ്രദർ കോശിയുടെ ബ്രെയിനിൽ ഒരു മെനിഞ്ചോമ ഉണ്ടായിരുന്നു. പക്ഷെ കോശി അത് മറന്നുപോയി, ബിക്കോസ് ചർച്ചിലെ കാര്യങ്ങളിൽ സോ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്ത് നമ്മളെ മിനിസ്ട്രിയിൽ മോർ ഇൻവോൾവ് ആകുമ്പോഴേ നമ്മൾ ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മറന്നു പോകും. ദൈവം തന്നെ മാറ്റി കളയും. അവരുടെ കാര്യത്തിലും നമ്മൾ കണ്ടു, ഡോക്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നത് സർപ്രൈസിംഗ്ലി ദ മെനിഞ്ചോമ ഇസ് മിസ്സിംഗ്. എപ്പിലെപ്സിയുടെ ടാബ്ലറ്റ്സ് എടുക്കണമെന്ന് വരെ അഡ്വൈസ് ചെയ്ത ഒരാളാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് ചെയ്ത MRIക്കകത്ത് ആ സാധനം മിസ്സിംഗ് ഇല്ല, അതൊന്നും ഇല്ല. പക്ഷെ കോശി ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്തോ നടന്നില്ല, മറന്നുപോയി. അവര് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരുന്നു, ചിന്തിച്ചില്ല.
ഇപ്പം സോ ഇത് കേൾക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്കുള്ള അഡ്വൈസ് ഇസ് വാട്ട് എവർ ട്രയൽ യു ആർ ഗോയിങ് ത്രൂ, focus on the word of God, focus on Jesus, because there is no other victory but through Jesus Christ. അപ്പം നമ്മുടെ ചിന്തകൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അതിനോട് പറയണം, യേശു എന്നെ വിടുവിക്കും, തൻ്റെ വചനമായി എന്നെ സൗഖ്യമാക്കും. ഈ ചില സമയങ്ങളിലെ നമുക്ക് ഈ ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്, ക്ഷീണം കൊണ്ടൊക്കെ. നമുക്ക് പാട്ട് പാടാൻ പറ്റും. അതെ, വർഷിപ്പ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട് അതിന്. അല്ലെ പാട്ട് കേക്ക് കുറച്ച് തരാം. അതെ, ചേഞ്ച് മൈൻഡ്. അതെ, യെസ്, കണക്ട് വിത്ത് ഹോളി സ്പിരിറ്റ്. അതെ. ആൻഡ് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഇസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിഫിക്കൽട്ടിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പഴയ കാലത്ത് കർത്താവ് നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെ നമ്മളോട് തന്നെ പറയാം. എൻ്റെ ദൈവം എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചെങ്കിൽ ഇപ്പോഴും അത് ദൈവം ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ യേശു നല്ലവനാണെങ്കിൽ ഇന്നും നല്ലവനാണ്. നമ്മളോട് തന്നെ റിസൈറ്റ് ചെയ്യുക. നമ്മൾ എടുത്തു നോക്കുക, ദൈവം എവിടെയെങ്കിലും നമ്മളെ താത്തിയിട്ടുണ്ടോ? ഇല്ല. യെസ്, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദി ടൈം. അതെ. അപ്പോൾ നമ്മുടെ വ്യക്തിപരം സഭയിലെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിനോടും അല്ലെങ്കിൽ വീഡിയോ പിടിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല ദൈവം ചെയ്തില്ലെന്ന്. ചർച്ചിൽ നോയൻട്രി അടിച്ചുവിടേണ്ട ആൾക്കാർ പോലും ഇന്ന് സ്വന്തം വീട് മേടിച്ച് ചർച്ചിന്റെ ഭാഗമായി ശുശ്രൂഷിക്കുന്നു. ഓവർസ്റ്റേ ചെയ്ത് 10 months ഓവർസ്റ്റേ ചെയ്ത ആൾക്കാർ നമ്മുടെ നടുവിലുണ്ട്. ഗോഡ് ക്ലോസ് ദി ഐസ് ഓഫ് ദ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ആൻഡ് ഡിഡ് മിറക്കിൾസ്. ദേ ഹാവ് ബ്രിട്ടീഷ് പാസ്പോർട്ട് റൈറ്റ് നൗ. ദൈവത്തിന്റെ മിറക്കിൾ, ദൈവത്തിന്റെ പ്രവൃത്തി. പക്ഷെ അത് പറഞ്ഞാൽ നമ്മൾ പ്രമാണം വിട്ടുമാറില്ല. അതുകൊണ്ട് യോശുവയുടെ ഒരു കാര്യം പറഞ്ഞു, നീ പ്രമാണം വിട്ടും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരുന്ന നിന്നെ ഞാൻ വലിയൊരു ജാതിയാണ്. എല്ലാ പ്രോമിസസിനും ഒരു കണ്ടീഷൻ. ഇപ്പൊ അത് പറഞ്ഞ ഒത്തിരി കാര്യം പറഞ്ഞു. യേശു അപ്പവും ഫിഷും എടുത്ത് പ്രാർത്ഥിക്കാൻ മുമ്പ് തന്നെ പറഞ്ഞു, നിങ്ങൾ പന്തി ഉതിരിക്കണം. ഒരു ഓർഡർ ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. എപ്പോഴും എല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്. അതെ, എല്ലാ പ്രോമിസസിന്റെയും പിന്നിൽ ഒരു കണ്ടീഷൻ. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടീഷൻ ഉണ്ട്. ഈ വർഷം തീരാൻ പോകുമ്പോൾ ഞാൻ പറയട്ടെ, കണ്ടീഷനിന്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ your promise will be fulfilled. Amen. ഇപ്പൊ ഈ ക്രിസ്മസ് സമയത്ത് പോലും യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ പ്രവചനമാണ് ഇന്ന് ലോകരാജ്യം മൊത്തം സന്തോഷിക്കുന്ന യേശുവിന്റെ ജനനം. അതെ, എക്സാക്ട്ലി. പ്രോമിസ് അല്ലേ? That is true. It is the promise fulfillment ആണ് യേശുവിന്റെ ജനനം. സോ ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞത്, നമ്മുടെ പ്രോമിസസ്, നമ്മുടെ കഴിഞ്ഞ കാലം വിടുതലിൽ നമ്മളെ തന്നെ റിസൈറ്റ് ചെയ്ത് നമ്മളോട് തന്നെ പറയുക, ദൈവം നല്ലവൻ, ദൈവം ചെയ്യും, ദൈവം ചെയ്തിരിക്കും, അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ആൻഡ് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇസ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഗ്രൗണ്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അല്ലേ? ദൈവവചനത്തിൽ ഫേം ആയിട്ട് നിൽക്കുക ആൻഡ് എൻകറേജ് യുവർ സെൽഫ് ഇൻ എ ഗുഡ് പ്രെയർ ലൈഫ്, worship, etc. So ee podcast conclude ചെയ്യുന്ന മുമ്പേ I want you to pray for our viewers. Maybe there are people struggling, maybe they are struggling mentally. One of the things I always find in this generation is avarku physical struggles ne kaati കൂടുതൽ mental struggles are. മെൻ്റൽ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് മീൻ മെൻ്റൽ ഹെൽത്ത് നെസസറിലി, പക്ഷേ നാളെക്കുറിച്ചുള്ള ഒരു ഭയം അവരെ ഭരിച്ചിട്ട് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ അവർ പുറത്ത് നോക്കുമ്പോൾ ചിരിച്ചും കളിച്ചും നിൽക്കുമായിരിക്കും, ബട്ട് ദേ സ്ട്രഗിൾ. സോ ഐ വോണ്ട് ടു ടേക്ക് ദിസ് ടൈം, സോ വി പ്രേ ഫോർ അവർ വ്യൂവേഴ്സ് ദാറ്റ് ദ ലോർഡ് വിൽ ഹീൽ ദം mentally, physically, spiritually, whatever need there is, and help them to direct and find a good church, find a good fellowship, find a spiritual father. Very important. So at this time I want to take the time to pray. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കും. ഇതല്ലോ ദൈവ ഇഷ്ടം. Pray without ceasing, നിർത്താതെ. അതിന് ഒരു ഉദാഹരണമുണ്ട്. ഈ ദാനിയേൽ പ്രശ്നമുള്ളപ്പോൾ മാത്രമല്ല പ്രാർത്ഥിച്ചത്, അതെ, പ്രാർത്ഥന കണ്ടിന്യൂ ആയിരുന്നു. അല്ലേ? He had a practice of prayer. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം എന്നെ കൈവിട്ടെന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവമായിട്ട് പലപ്പോഴും സംസാരം വല്ല ബന്ധവും അങ്ങനെയാവരുത്. And he pray without ceasing എന്ന് പറഞ്ഞാൽ it doesn't mean നമ്മൾ പാവരിച്ച് അവിടെ ഇരിക്കണമെന്നൊന്നും അല്ല. നമ്മൾ നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാന്നേ. ഇത് ഇന്നടത്ത് പ്രാർത്ഥിക്കണമെന്നില്ല. പ്രാർത്ഥന ജീവിതത്തിൽ പ്രാർത്ഥന ഒരു യാത്രയാക്കി തന്നെ മാറ്റണം. ഒരു പ്ലേസ് ഓഫ് പ്രയർ ഒരു ഗുഡ് ഹാബിറ്റ് ആണ്. അല്ല, അത് വേണം. ഫെലോഷിപ്പ് ഡാനിയലിനുണ്ടായിരുന്നു. സെയിം പൊസിഷൻ, സെയിം പ്ലേസ്, സെയിം ഡയറക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ കണ്ടിന്യൂസ് ഉണ്ടാവണം, ഫെലോഷിപ്പ് ഉണ്ടാവണം,
വചനം നന്നായി വായിക്കണം, അതെ. ജീവിതത്തിൽ ആരാധന ഉണ്ടാവണം. Yeah. അതുപോലെ തന്നെ നന്നായി കണക്ഷൻസ് സ്പിരിച്വലായുള്ളവരുമായി കണക്ട് ചെയ്ത് Yeah. യാത്രയ്ക്ക് സുഗമരമായ ദൈവപ്രവൃത്തികളിലേക്ക് വരുവാൻ മനസ്സുള്ളവരായി തീരണം. Amen. Yeah. അങ്ങനെ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. So let's take this time to pray for people who are watching us, whatever struggles they നിങ്ങൾ go ഈ through. ശബ്ദം കേട്ടു നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ Amen. ആഗ്രഹിക്കുന്നു. Yes. Hallelujah. നിങ്ങൾ ഏത് വിഷയത്താൽ ഇന്നായിരിക്കുന്നുവെങ്കിലും Yes. ദൈവത്തിന് തൊടുവാൻ കഴിയാത്ത ഒരു കാര്യം. ഒരു കാര്യമില്ല. 25 കഴിഞ്ഞ് 26 കയറുമ്പോൾ Yeah. ഈ എപ്പിസോഡ് നിങ്ങൾ കേട്ടതിന് ശേഷം റിമേനുള്ള ദിവസത്തിൽ നിങ്ങൾ പറയണം, വചനം ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. വചനത്തിൽ ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും. വചനത്തിൽ ഞാൻ ഉറച്ച് നടക്കും. ആ പൂർണ്ണ ബോധ്യത്തോടുകൂടി ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ശബ്ദം കേൾക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഭയം, പ്രയാസം, ദുഃഖം എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അത് മടങ്ങി വരുമോ, വീണ്ടും അതെന്റെ ജീവിതത്തിന് ഭാരമാകുമോ എന്നൊക്കെ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്ന എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, വചനത്തിൽ ഉറയ്ക്കുവാൻ, വചനത്തിൽ നിലനിൽക്കുന്നവർ എന്റെ ശിഷ്യന്മാരാകുമെന്ന് യേശു യഹൂദ ജനത്തോട് നോക്കി പറഞ്ഞതുപോലെ വചനത്തിൽ ഉറച്ചു നിന്ന് ദൈവശബ്ദം കേട്ട് നല്ല ഫെലോഷിപ്പിന്റെ ഭാഗങ്ങളായി നല്ല സ്പിരിച്വൽ അഡ്വൈസറുകളെ കണ്ടുപിടിച്ച് ക്രിസ്തുവിൽ ശക്തരായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. നിത്യജീവനിലേക്കുള്ള യാത്ര വിശുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണം. യേശു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പോകും മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കലങ്ങണ്ട, വിഷമിക്കണ്ട, ഞാൻ പോയതുപോലെ മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നവനെ ശക്തിയെ പുതുക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നടുവിൽ പരിശുദ്ധാത്മാവിനെ ജീവിക്കുന്നവരായിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊന്നിച്ച് ശബ്ദം കേൾക്കുന്നവർ ഞങ്ങൾക്കും ഒരുപോലെ വിശുദ്ധിയോടെ വേർപാടിരുന്ന് ദൈവശബ്ദത്തിനായി കർത്താവ് താൻ ഗംഭീരനാദത്തോടും ശബ്ദം മുഴങ്ങുമ്പോൾ പറക്കുവാൻ ഞങ്ങളെ ഒരുക്കി നിർത്തണം. അതിനുള്ള കൃപ നൽകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. 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 Once again, thank you all viewers for your time. Please make sure that you send us your feedbacks, your comments. We are looking forward to hearing it. Till we see you on the next episode. May the Lord bless you. Thank you so much, Pansy, for your good time. God bless you.